ഞാൻ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നോമ്പുതുറൻ്റെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു കോഴിക്കോടിൽ നമ്മുടെ സ്ട്രീറ്റ് ഫുഡൊക്കെ അതായത് നോമ്പിനുള്ള ഉണ്ടാവുന്ന കുറച്ച് സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കോഴിക്കോടേക്ക് ഇപ്പോൾ ബീച്ചിന് അടുത്താണ് ഞാനുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഷോപ്പല്ല ഒരു ചെറിയൊരു തട്ടുകട ടൈപ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ബീച്ച് ഭാഗമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നിട്ട് അവിടെ ഒരു കുറേ നല്ല ക്രൗഡ് ആൾക്കാരുണ്ട്. പക്ഷേ സ്ട്രീറ്റ് ഫുഡുകളെ സ്റ്റാളുകൾ കുറവാണ് ഈ ഇയർ. കഴിഞ്ഞ ഇയറൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാടെന്ന് പറഞ്ഞാൽ മൊഗിതാറ് ഭാഗത്തൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഈ ഇയർ കുറവാണ്. എന്തായാലും ഇവിടെ നിന്നാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. എൻ്റെ ബാക്കിൽ നിന്ന് മഷൊന്ന് കാണിച്ചിട്ട് എൻ്റെ ബാക്കിൽ നിന്നാണ്. അപ്പം നമ്മൾ അവിടെ നിന്നാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. ചെറിയൊരു ഷോപ്പാണ്. സോ നമുക്ക് അവിടേക്ക് പോയി നോക്കാം എന്തൊക്കെ ഡിഷാണ്, എന്തൊക്കെയാണ് ഇന്ന് കഴിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. നമുക്കിവിടെ കാട പൊരിച്ചിട്ടുണ്ട്, കായം തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എടുത്ത് ലൈവായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് തരും. അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഓംലെറ്റ് കാര്യങ്ങൾ, പിന്നെ എന്താണ് ഗ്രീൻ പീസ് ഉണ്ട്, പിന്നെ കട്ടക്കാവുണ്ട് ഇത്ര സാധനങ്ങളൊക്കെ. ഇതെന്തൊക്കെ കഴിഞ്ഞ വർഷവും ഈ മുഖദാർ ഭാഗത്ത് ഒരുപാട് സ്റ്റോളുണ്ടായിരുന്നു. ഇപ്പം എന്താ കുറവ്? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഓക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ ഭാഗത്ത് വരുമ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പം എന്തൊക്കെ ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു പ്രശ്നം കൊണ്ടൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട് ഇപ്രാവശ്യം ഒഴിവാക്കിയെന്നാണ് ഒക്കെ പറഞ്ഞത് അവിടുത്തെ പള്ളി കമ്മിറ്റി കാര്യങ്ങളൊക്കെ. അതായത് ഞങ്ങൾ എന്തായാലും നമുക്കൊരു നിങ്ങൾക്ക് എന്താ വേണ്ടത്? കാട ഓക്കെ. അപ്പം 3 കാട. പട്ടിണി കിടന്ന കാണാൻ തോന്നുന്നുണ്ട്, തടിയില്ലല്ലോ. കാടമുട്ട വന്നിട്ടുണ്ട്, കാടയും കാടമുട്ടയും. കാട അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൂടെ റാഷിയുണ്ട്. ഈ 2 പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷിയുണ്ട്, എൽട്രിജുണ്ട്. എൽട്രിജിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രാങ്ക് വീഡിയോയിൽ, അതായത് ഏപ്രിൽ ഫൂളിൻ്റെ പ്രാങ്ക് വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്കണേ, എന്താണ് മറ്റേ ഇതിന് ഓറിയോക്ക് ഫ്ലേവറാണ്. ഏതിൻ്റെ സെൻട്രൽ ഫ്രഷിൻ്റെ ഫ്ലേവറാണല്ലോ ഓറിയോക്ക്. എന്താടാ നീ എന്ത് വണ്ണു? എനിക്ക് എന്താ തോന്നി വന്നു? എനിക്കത് അത് തന്നിട്ടൊന്നും മനസ്സിലായില്ല. ഈ എല്ലുപോലെ കളിച്ചു തന്നാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഫിലിമിന്റെ ആ തിരക്കിൽ പോകാൻ വേണ്ടി ഞങ്ങൾ ഓടി നടക്കല്ലേ. അതിന്
പിന്നെ കുറേ പോയി ടിക്കറ്റ് കിട്ടാത്തത് കാരണം അതൊക്കെ ആയതുകൊണ്ട് എന്താ പറയുക വേഗം പോയി ടിക്കറ്റ് എടുക്കണം എന്നുള്ള ആ ഒരു ഇതില്ലേ ആ ഒരു ഇതുകൊണ്ട് ഓറി അല്ലെങ്കിൽ ഇപ്പം എന്ത് തന്നാലും അതായത് തിരക്കാണ് അതാണ് അളിയന് അത് മനസ്സിലായിട്ടില്ലായിരുന്നു അതുകൊണ്ട് അല്ലേ മനസ്സിലാവാതെ അങ്ങനെ തിന്നു പിന്നെ അതൊരു ഫ്ലേവറാന്ന് വിചാരിച്ചു പല ഫ്ലേവറിലും സാധനം ഇറങ്ങുന്നില്ല അല്ലേ പറയാൻ പറ്റുമോ ഇറങ്ങിക്കൂടാതില്ലല്ലോ ഇത് പൊരിച്ച ഈ മസാല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മുരിമുര നിൽക്കുന്നുണ്ട് നാല് വെള്ളം ഉരുണ്ട് പറഞ്ഞു കാടമുട്ട് ബ്രെഡ് എനിക്ക് ബ്രെഡ് വലിയ താല്പര്യമില്ല കേട്ടോ എനിക്കിപ്പോഴും സത്യത്തിൽ എന്താ പറയുക ഉറങ്ങിക്കിടക്കുന്ന പോക്കത്താറ് ഭാഗമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷും അതും ഇതുമായിട്ട് നല്ല ക്രൗഡാണ് ഇവിടെ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ ഫുഡ് കഴിക്കാൻ വരാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അതൊക്കെ മൊത്തമല്ലേ ഉറങ്ങിക്കിടക്കുന്ന മാതിരി കോഴിക്കോട് അങ്ങോട്ട് ഉറങ്ങിക്കിടക്കുന്ന മാതിരി അതൊന്ന് ഒരു കണക്കിൽ പറഞ്ഞാൽ നല്ലതായിരിക്കും കാരണം ഒരുപാട് ക്രൗഡാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ പള്ളി പോകുന്ന ടൈമാണ് പള്ളി പോകാതെ ആൾക്കാർ വന്നിട്ട് ഫുഡ് കഴിക്കാൻ ഇങ്ങനെ നിൽക്കും അതുകൊണ്ടൊക്കെയായിരിക്കും അതൊരു രസം തന്നെ ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഒന്നും തന്നെ വെയിറ്റ് ചെയ്തട്ടാ ഞാൻ അത് കഴിഞ്ഞിട്ട് അടിച്ചത് വിളിച്ചു തിന്നു എല്ല് വരെ ഈസി ആയിട്ട് മാറ്റി പോകും എല്ല് വിടാതെ തോന്നില്ല ഇത്രയെങ്കിലും കുറച്ചെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമല്ലോ വീഡിയോ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ അതെ അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും കറക്റ്റ് ടൈമിൽ എനിക്കിഷ്ടമുള്ള സാധനങ്ങളാണ് ഈ കാടമുട്ട ഞാനെപ്പോഴും ബീച്ച് വരുമ്പോൾ ഈ കാടമുട്ട പോലെ തന്നെ കടുക്ക അതേപോലെ കടുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുമ്മക്കായ കേട്ടോ ചില സ്ഥലത്ത് കല്ലുമ്മക്കായ എന്ന് പറയാം കടുക്ക എന്താന്ന് ഓരോരുത്തരും ചോദിക്കുന്നത് അപ്പോൾ കല്ലുമ്മക്കായ അതും ഗ്രീൻ പീസും ഇതാണ് എൻ്റെ മെയിൻ ഫുഡ് ബീച്ചിൽ നമ്മൾ കോഴിക്കോട് ബീച്ച് വന്നതിനുള്ള മെയിൻ ഫുഡ് ഇതാണ് അടിപൊളിയാണ് നമ്മുടെ കോഴിക്കോടിലെ ഫുഡിൻ്റെ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടില്ല എവിടെയൊക്കെ യാത്ര ചെയ്യുന്നതെന്നറിയോ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ കോഴിക്കോടിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരു സ്ഥലത്തും കിട്ടില്ല നിങ്ങളിപ്പം കോഴിക്കോട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും വരാത്തവർ കോഴിക്കോട് ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴിക്കോട് വരിക ഏത് ഹോട്ടലിൽ നിന്ന് നിങ്ങൾ ഫുഡ് കഴിച്ചത് ഇന്ന ഹോട്ടലിൽ നിന്നൊന്നുമില്ല മോസ്റ്റ് ഓഫ് ഹോട്ടൽസ് നമ്മുടെ ഈ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വീട്ടിൽ പോയി ഫുഡ് കഴിക്കണം അടിപൊളി നോണിനോടാണ് എനിക്ക് എപ്പോഴും താല്പര്യം നിൽക്കോ പിന്നല്ലാണ്ട് നമ്മളെ ബീഫ് ഫ്രൈയും ചിക്കൻ പൊരിച്ചതും അടുക്ക ഫ്രൈയും കോഴി ബിരിയാണിയും കോഴിക്കോട് നല്ല ടേസ്റ്റ് എനിക്ക് ഇതിൻ്റെ മസാല ഭയങ്കര ഇഷ്ടമായി മനസ്സിലാവുന്നുണ്ട്
അങ്ങനെ നമ്മുടെ കാർഡൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഒരു കാവ ഓർഡർ ചെയ്ത് കുടിക്കുകയാണ്. കാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയായിരിക്കും, നമ്മുടെ ഈ കുരുമുളക് ചുക്കൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പം കാവ കുടിക്കുമ്പോൾ ഈ ഇവിടെയാണ് എരിയ, അതിൻ്റെ എരിച്ചിൽ, ആ കുത്തൽ അടിപൊളി. അപ്പം എന്തായാലും ഇവിടെ നിന്ന് ബില്ല് പേ ചെയ്തിട്ട് നമുക്ക് ഇറങ്ങണം. രണ്ട് പ്ലേറ്റ്, കാറുമുട്ട 2 പ്ലേറ്റ്, പിന്നെ 3 കാട, പിന്നെ പിന്നെന്താണ് കാവ. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടെത്തി. അച്ഛൻ്റെ പേരെന്താ? മുഹമ്മദ് അക്ബർ. സുഖല്ലേ? ഫുഡ് കഴിച്ചാൽ നോമ്പുണ്ടായിരുന്നാ? എവിടെ സ്ഥലം? മാങ്കാവ്. 310 രൂപ. 310. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫുഡ് കഴിക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞ് ഈ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കാട പൊരിച്ചത്, കാടമുട്ട, ഗ്രീൻ പീസ് കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ്. എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ്. അതുകൊണ്ട് കഴിക്കലൊക്കെ കഴിഞ്ഞ് നല്ല ചൂടുണ്ടല്ലോ, എന്ത് ചൂട്. ഈ ബീച്ചിലൊക്കെ നിൽക്കുമ്പോൾ ചെറിയൊരു കാറ്റടിക്കുമ്പോൾ ഒരു റിലാക്സേഷനൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ് ഞാൻ കഴിഞ്ഞ ലൈവിൽ വന്നപ്പോഴും പറഞ്ഞതാണ്. നമ്മുടെ ഫുഡിന് വേണ്ടി, ഫുഡ് കഴിക്കുന്നത് മാത്രമായിട്ടുള്ള ഒരു ചാനൽ വരുന്നുണ്ട്. കാരണം എല്ലാം കൂടെ ഈ ചാനലിൽ മിക്സ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആ ചാനൽ ഇടാം. അതിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരാഴ്ചൻ്റെ ഉള്ളിൽ എന്തായാലും നമ്മുടെ ആ ഫുഡിൻ്റെ ചാനലിൽ ഫുഡിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. ഈറ്റ് ലിസ്റ്റ് എന്നാണ് ആ ചാനലിന് ഞാൻ പേരിട്ടിട്ടുള്ളത്. സെർച്ച് ചെയ്ത് കിട്ടില്ല, സെർച്ചിൽ വരുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ വരുമായിരിക്കും, കുറച്ച് വീഡിയോസൊക്കെ ആകുമ്പോൾ. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ, കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എപ്പോഴും പറയുന്ന പോലെ തന്നെ. നിങ്ങൾ അപ്പോൾ എന്തായാലും നിങ്ങളെ കമൻറ്റ് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ താഴെ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ചെയ്തേക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. താഴെ പോയി ആ റെഡ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ റോഷൻസ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇൻസ്റ്റാഗ്രാം ഐഡിയയിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യാതിരിക്കാൻ മറക്കരുത്, ഫോളോ ചെയ്യുക. നമ്മുടെ ലൈവ് അപ്ഡേറ്റ്സ്, ഫോട്ടോസ്, പിക്സ്, എല്ലാം സ്റ്റോറീസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങും. ഇപ്പം ടൈം ഒരു 11:30. ഓ മൈ ഗോഡ് റാഷി, 11:30. അപ്പോൾ എന്തായാലും ബൈ ബൈ. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.